ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെല്ലാം മുത്തുമണികളെ വിശേഷം, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം എന്ന് പറയാൻ പറ്റിയൊരവസ്ഥയിലല്ല കേട്ടോ ഇപ്പോൾ. അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇന്നിപ്പോൾ ഇത് രാവിലത്തെ ചെറിയൊരു ഭാഗം പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഇപ്പോൾ അതൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ കുറച്ച് മീൻ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. 3 ദിവസമായിട്ട് മീൻ അന്വേഷിക്കുന്നത്. ഇന്നാണ് കേട്ടോ മീൻ കിട്ടിയത്. ഇപ്പോൾ വെളൂരി ഉണ്ടായിരുന്നു, പിന്നെ അയിലയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അയില കുറച്ച് 1.5 കിലോ 100 കേട്ടോ. അപ്പോൾ അയില 1.5 കിലോ മേടിച്ചു, വെളൂരി അതുപോലെ തന്നെ 1.5 കിലോ 100. അപ്പോൾ ഞാൻ 150 രൂപ ഉണ്ടായിരുന്നത് കയ്യിൽ. അപ്പോൾ അങ്ങനെ 1/2 കിലോ 50 രൂപയ്ക്ക് വെളൂരിയും പിന്നെ 1.5 കിലോ അയിലാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അയില അധികം ചെറുതൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ വലിയതൊന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസിലുള്ള അയിലയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വയ്ക്കുന്നൊന്നുമില്ല. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിലേക്ക് വയ്ക്കുക. പിന്നെ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ 10 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, ഇന്നലെ തൊട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെയാണ്, തലേദിവസത്തെ വിശേഷങ്ങളാണ് പിറ്റേ ദിവസം ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീസറിൽ വയ്ക്കാനായിട്ട് ഇപ്പം മീൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു അയിലയും അതുപോലെ തന്നെ ഒരു 4-5 വെള്ളൂരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വറക്കാനുള്ളത് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ. പിന്നെ കറികൾ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രമാണ് ചെയ്തത്. പിന്നെ ഈ മീനും കൂടി പൊരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ചോറിനാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള മീൻ ഞാനിപ്പോൾ ഇതിലെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പോൾ പാത്തൂസ് ഞാനങ്ങനെ മീൻ പെറുക്കി വെക്കുന്ന കണ്ടിട്ട് അവൾക്കും വയ്ക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനിങ്ങനെ മീൻ പെറുക്കിടുന്നതിൻ്റെ ഇടയിൽ അവളും അവളുടെ ഭാഗ്യമായിട്ട് ഒരു മീനും കൂടി എടുത്തിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ 4 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്ലം കേക്കാണ്, അതൊന്ന് മുറിച്ചെടുത്തു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇതേ കണ്ടില്ലേ, ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ടതാണ് കേട്ടോ. കുറേശ്ശൊക്കെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതേ മൊത്തത്തിൽ ചെതൽ പിടിച്ചാകെ പോയിട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമാണ്, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി വേറെ കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ പട്ടികൾ മുഴുവൻ വിളകി കിടക്കുക, ചെതൽ പിടിച്ചിട്ട് ആകെ പൊളിഞ്ഞതായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അല്ലാത്ത അവസ്ഥകളാണ്, ഓരോന്നാലോചിക്കുമ്പോൾ മനസ്സിന് സമാധാനവും ഇല്ല. അല്ലാത്തൊരവസ്ഥ, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എന്താ പറയുക, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ വശം തന്നെ ഭയങ്കര തലകറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു, പക്ഷെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് എനിക്കത് അങ്ങോട്ട് മാറുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ കിടന്നു കേട്ടോ. കുറച്ച് നേരം മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. എണീറ്റ് അങ്ങനെ കിടന്ന സമയത്ത് ദിലു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സമയം കുറേ ആയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ പറയുക, ഒരു ബോധം പോയ പോലെയാണ് കേട്ടോ. ആ ഒരു തലകറക്കത്തിൽ അങ്ങനെ കിടന്നത്, വിളിച്ചിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റ് ഇരുന്നിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. കട്ടുമ്പോൾ അങ്ങോട്ട് താറിക്ക് കാല് കുത്താനായി പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. തല ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് ഛർദ്ദിക്കാനും വന്നു. അങ്ങനെ പോയി 3-4 പ്രാവശ്യം ഛർദ്ദി, അങ്ങനെ രാവിലത്തെ ഛർദ്ദിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഛർദ്ദിയായിരുന്നു, അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ഛർദ്ദിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ച് കുടിക്കാനായിട്ട്, ചായ റസ്ക്കൊക്കെ കഴിക്കാൻ, ഇപ്പോൾ ഗ്യാസ് കയറിയിട്ടാണ് എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതൊന്നും എനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല, വായിൽ ഇങ്ങനെ വെള്ളം തെളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ കുറച്ച് നേരം കൂടി വന്ന് കിടന്നു. പിന്നെ എന്താ പറയുക, മക്കൾക്ക് സ്കൂളിലേക്ക് പോവുകയും വേണം, ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ല. തല കറങ്ങുക, കയ്യിരിപ്പ്, ഛർദ്ദിക്കലൊക്കെ കൂടി ആകെ തളർന്നു. കയ്യും കാലൊക്കെ അങ്ങനെ ആകെ കുഴഞ്ഞ പോലെ ആയിട്ടോ. ലാസ്റ്റ് ദിലു കടയിൽ പോയിട്ട് ഉഴുന്നുവടയും റസ്ക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് മക്കൾ ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മക്കളെ എനിക്കിങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ സങ്കടം വരെ, ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് സാധാരണ പ്രഷർ കുറയുമ്പോൾ തല കറങ്ങാൻ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്ര അധികം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പുറത്തെ ചേച്ചിക്ക് ഇതേപോലെ പ്രഷർ കുറയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രഷർ കുറയുമ്പോൾ ഛർദ്ദി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നിപ്പോൾ ഞാൻ ഡിസ്പെൻസറിയിൽ പോയി നോക്കിയപ്പോൾ പ്രഷറും കുറവാണ്, ബ്ലഡൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയും കൂടി നോക്കിയിട്ട് കുറവില്ലെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ വൈകുന്നേരം ഞാനിതിപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ കറി വയ്ക്കാനും. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ആ 2 മീൻ വറുത്തിട്ട് അങ്ങനെ തന്നെ തിന്ന് രാവിലെ ഒരു കിടപ്പ് കിടന്നിട്ട് പിന്നെ ഞാനൊരു 11 മണിക്കായിട്ട് എണീറ്റ. മക്കൾ സ്കൂളിൽ പോയപ്പോൾ കിടന്ന് പിന്നെ ഒരു 11 മണി 11:30 ആയപ്പോൾ എണീറ്റത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ
ഒരു ഉച്ചയായപ്പോൾ വേഗം ഉച്ചയാകാറായി 11 മണിക്ക് എനിക്ക് വേഗം ചോറ് വെക്കുകയെന്ന് വെച്ചാൽ ചോറ് ഉണ്ടാക്കിയത് ചൂടാക്കിയത് കേട്ടോ, വേറെ ഉണ്ടാക്കിയതൊന്നല്ല. ചോറ് കുറച്ച് ഇരിക്കുന്നതൊന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ ആ 2 മീനും എടുത്ത് ഞങ്ങൾ വറുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് കിടന്നിട്ട് പിന്നെ എണീറ്റത് 3 മണിയാകാറായിട്ടുണ്ട്. ഞാൻ എണീറ്റത് മോന് വരുന്ന ആ സമയത്താണ് ഞാൻ വേഗം എണീറ്റ് കുളിയൊക്കെ അപ്പോഴാണ് കേട്ടോ കഴിഞ്ഞത്. തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, പേടിച്ചിട്ടാണ് ഞാൻ നിന്നത്. ഇനിയിപ്പോൾ ഞാൻ എണീറ്റ് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വീണ് കഴിഞ്ഞാൽ വേറെ ആരുമില്ല വീട്ടിൽ, മോളും മാത്രമല്ലേ ഉള്ളൂ. ഉണ്ണിങ്ങനെ കൊണ്ട് പാത്തൂസിനും കൊണ്ട് ഞാൻ ഇടങ്ങേറായപ്പോൾ വെച്ചിട്ട് അങ്ങനെ പാത്തൂസിന് 11 മണിയൊക്കെ ആയപ്പോഴേക്ക് വേഗം കുളിപ്പിച്ച് കൊടുത്തിട്ട് അങ്ങനെ പോയി കിടന്നതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ മീൻ കറി വെക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ തക്കാളിയും സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പുള്ളി ഇല്ലാത്ത കാരണം സബോളയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ലേശം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ അതൊന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കോൽപ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളൂരി ഞാൻ മസാലയൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായിട്ടും എനിക്ക് എന്താ പറയുക, ഛർദ്ദിച്ചൊന്നുമില്ല, പക്ഷേ വായിൽ വെള്ളം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ നമുക്ക് വയ്യാണ്ട് കിടന്നാൽ മക്കളുടെ കാര്യം നോക്കണ്ടേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കണ്ട, അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതല്ലേ, ചെറിയ കുട്ടികളല്ലേ. അപ്പം അങ്ങനെ ഞാൻ വേഗം എണീറ്റതാണ് കേട്ടോ. ഇനി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നാലും നമുക്ക് ക്ഷീണം കൂടുമല്ലോ. അപ്പം അങ്ങനെ എണീറ്റിട്ട് വേഗം കറിയൊക്കെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒന്ന് എന്താ പറയുക, സമാധാനമായിട്ടൊന്ന് ഫുഡും കൂടി കഴിക്കണം എന്ന് വെച്ചിട്ട് ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് മോനെ സുഡാപ്പിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി വരുന്ന സമയത്ത് അവിടെ കടയുടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി എനിക്ക് വേഗം വിളിച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് തരിക ചെയ്തത് കേട്ടോ. അങ്ങനെ തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കുടിച്ചപ്പോഴാണ് ഒരു സമാധാനം ആയത്. ഞാൻ വീട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ നിന്ന് മോനെ വണ്ടി കയറ്റി ഇങ്ങോട്ട് എത്തിയപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിപ്പോയി. പഠിച്ചോനെ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് നൈറ്റാണ് കേട്ടോ, നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തലേദിവസം നൈറ്റാണ് ഞാൻ പിറ്റേ ദിവസം തലേ ദിവസത്തെ വീഡിയോ ആണല്ലോ ഞാൻ ഇടുന്നത്, അന്ന് നൈറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ മീൻ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറത്ത് ഞാനൊരു കിളിക്കൂട് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ കിളിക്കൂടിൽ കിളി അങ്ങനെ വരാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് സുഡാപ്പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മേ വീഡിയോ എടുക്കണമെങ്കിൽ ഓടി വായോ, കിളി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ വെച്ച് പോയപ്പോഴേക്കും കിളി ഒറ്റ പാറി പോക്ക് അങ്ങോട്ട് പോയിട്ടോ. പക്ഷേ അതിൻ്റെ വാല് നമ്മളിങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മീൻ കുറച്ചും കൂടി ഒന്ന് പൊരിക്കാനുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മറിച്ചിട്ട് അതൊന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോഴേക്കും മീൻ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ ഒന്ന് നല്ലോണം കുറുകിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയത് കണ്ടാണ് കേട്ടോ. എന്തൊക്കെ ഞാൻ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ഞാൻ അവിടെ വോയിസ് കൊടുത്തതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. കറി അങ്ങനെ ഞാനിവിടെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹം, സന്തോഷം, എന്താ പറയുക, താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.